ഊർജ്ജ വിപണിയുടെ ഹൃദയമിടിപ്പായ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ അതിശക്തമായ സ്ഫോടനം അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക പെട്രോകെമിക്കൽ ഹബ്ബുകളിലൊന്നായ ഇവിടെയുണ്ടായ അപകടം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ അതീവ ഗൗരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. രാത്രിയിലെ ആകാശത്തെയാകെ ചുവപ്പണിയിച്ചുകൊണ്ട് ഉയർന്ന കൂറ്റൻ അഗ്നിഗോളവും കറുത്ത പുകപടലങ്ങളും പ്രദേശത്തെ ഭീതിയിലാഴ്ത്തി. സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നുവെന്നതിനാൽ ഖത്തറിന്റെ അതിർത്തികൾക്കപ്പുറം അയൽ രാജ്യമായ ബഹ്റൈനിൽ വരെ ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ ഖത്തറിലെ സുരക്ഷാ ഏജൻസികളും അഗ്നിശമന സേനയും വൻ സന്നാഹങ്ങളോടെ രംഗത്തിറങ്ങിയിരുന്നു. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ഖത്തറിലെ ഔദ്യോഗിക പൊതുമേഖലാ ഊർജ്ജ കമ്പനിയായ ഖത്തർ എനർജി പിന്നീട് സ്ഥിരീകരിച്ചു. പ്ലാന്റിലുണ്ടായ അപ്രതീക്ഷിതമായ സാങ്കേതിക തകരാറാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക ഔദ്യോഗിക വിശദീകരണം. അതിവേഗത്തിലുള്ള ഇടപെടലിലൂടെ തീ കൂടുതൽ പ്ലാന്റുകളിലേക്ക് പടരുന്നത് തടയാനും നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചതായി ഖത്തർ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും സ്ഫോടനത്തിന്റെ ഫലമായി 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 18ഓളം പേരെ കാണാതാവുകയും ചെയ്തുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത് ആശങ്ക ഇരട്ടിയാക്കുന്നു. കനത്ത പുകയും തീയും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും കാണാതായ ജീവനക്കാർക്കുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പരിക്കേറ്റവരെ അടിയന്തര ചികിത്സയ്ക്കായി സമീപത്തെ അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം പ്ലാന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ജീവനക്കാരുടെ സുരക്ഷയെയും എത്രത്തോളം ബാധിച്ചുവെന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. ആഗോള ഇന്ധന വിപണിയെ സംബന്ധിച്ചിടത്തോളം റാസ് ലഫാൻ എന്നത് കേവലം ഒരു വ്യാവസായിക നഗരമല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷ നിർണ്ണയിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. ലോകത്തിലെ LNG കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് ഈ ഒറ്റ ഹബ്ബ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും യൂറോപ്പിലും ഏഷ്യയിലുമുള്ള അനേകം രാജ്യങ്ങളിലെ ഊർജ്ജ വിതരണത്തെ ബാധിക്കാൻ ശേഷിയുള്ളതാണ്. ഈ സ്ഫോടനം ആഗോളതലത്തിൽ പ്രകൃതിവാതക വിലയിൽ പെട്ടെന്നുള്ള വർധനവിന് കാരണമായേക്കുമെന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ ഇതിനോടകം പങ്കുവച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന അതീവ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്ക, ഇറാൻ, ഖത്തർ തുടങ്ങി വിവിധ പ്രാദേശിക അന്തർദേശീയ ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളും അണിയറ നീക്കങ്ങളും സജീവമായി നടക്കുന്ന ഘട്ടമാണിത്. മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ഖത്തർ എപ്പോഴും ഒരു പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഖത്തറിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സാമ്പത്തിക സ്രോതസ്സിന് നേരെയുണ്ടായ ഈ ആഘാതം കേവലം ഒരു സാങ്കേതിക തകരാർ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറി പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഈ വലിയ അപകടത്തെ തുടർന്ന് റാസ് ലഫാനിലെ മറ്റു പ്ലാന്റുകളിലെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പുനഃപരിശോധിക്കാൻ ഖത്തർ എനർജി ഉത്തരവിട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സുരക്ഷിതവും അത്യാധുനികവുമായ സാങ്കേതിക വിദ്യയാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഖത്തർ അവകാശപ്പെടുമ്പോഴും ഇത്തരമൊരു വൻ സ്ഫോടനം എങ്ങനെ സംഭവിച്ചു എന്നത് അവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വ്യാവസായിക മേഖലയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിയന്ത്രിക്കുകയും സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ അതിവേഗതയിലാണ് പ്രചരിച്ചത്. രാത്രിയുടെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഉയർന്ന തീജ്വാലകളുടെ ദൃശ്യങ്ങൾ ഖത്തറിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തി. വ്യവസായ നഗരത്തിന് കിലോമീറ്ററുകൾ അകലെയുള്ള ജനവാസ മേഖലകളിൽ പോലും സ്ഫോടനത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണെന്നും ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗ്ലാസ് പ്ലാന്റിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് സൂചന. ഉൽപാദനം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ വൈകുകയാണെങ്കിൽ അത് ഖത്തറിൽ നിന്നുള്ള LNG കയറ്റുമതി കരാറുകളെ ദോഷകരമായി ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിലെ സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്റലിജൻസ് ഏജൻസികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളുടെ സുരക്ഷ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് US വൃത്തങ്ങൾ ഓർമ്മിപ്പിച്ചു. ബാർസാൻ പ്ലാന്റിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെങ്കിലും കാണാതായ 18 ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാക്കാത്തത് രക്ഷാപ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്ലാന്റിനുള്ളിലെ ഉയർന്ന താപനിലയും തകർന്നടഞ്ഞ അവശിഷ്ടങ്ങളും തിരച്ചിലിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത്. അത്യാധുനിക ഉപകരണങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്ലാന്റിനുള്ളിൽ പരിശോധന നടത്തുന്നത്.
സ്ഫോടനത്തെ തുടർന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ എണ്ണവാതക പ്ലാന്റുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം അപകടങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ വിപണികളെയും ബാധിക്കുമെന്നതിനാൽ പ്രാദേശിക സഹകരണത്തോടെയുള്ള സുരക്ഷാ മുൻകരുതലുകൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഖത്തർ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രകൃതിവാതക മേഖലയെ എത്രയും വേഗം പഴയ പടിയാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. നയതന്ത്ര തലത്തിൽ തങ്ങളുടെ സുരക്ഷിതത്വത്തെയും വിശ്വസ്തതയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ ഖത്തർ മാധ്യമ മന്ത്രാലയവും സജീവമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ മാത്രമായിരിക്കും ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സ്ഫോടനം ആഗോള ഇന്ധന വിപണിയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ വലുതായിരിക്കും. ഖത്തർ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നും തങ്ങളുടെ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ എങ്ങനെ നിലനിർത്തുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. പച്ചപ്പുൽ മൈതാനങ്ങളിലെ കളിയാവേശങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും അപ്പുറം മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ പുതിയൊരു സുരക്ഷാ സമവാക്യത്തിന് ഈ സംഭവം കാരണമായേക്കാം.